പഠനം കഴിഞ്ഞ് നാട്ടിലൊരു ജോലി എന്നത് ചെറുപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് PSC എന്ന തോട്ട് മനസ്സിലേക്ക് വരുന്നത്. ഫിനാൻഷ്യൽ സ്ട്രഗിളാണ് എനിക്ക് ഏറ്റവും അധികം എൻ്റെ ജീവിതത്തിൽ PSCയിലേക്ക് തിരിയാനായിട്ട് കാരണമായത്. ഇൻ്റർവ്യൂസിന് എന്നെ എത്രമാത്രം എൻട്രി സഹായിച്ചു എന്നുള്ളത് എനിക്ക് വാക്കുകളിൽ പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ പേര് മഞ്ജു സാജൻ, നാട് കോട്ടയം ജില്ലയിലെ ഉഴവൂരാണ്. ഈ കഴിഞ്ഞ HST സോഷ്യൽ സയൻസ് പരീക്ഷയിൽ കോട്ടയം ജില്ലയിൽ 13ാം റാങ്കാണ് എനിക്ക് ലഭിച്ചത്. ആദ്യം പ്രീ ഡിഗ്രിയും പിന്നീട് ഡിഗ്രിയും പാസ്സായതിനു ശേഷം ഞാൻ കാഞ്ഞിരപ്പള്ളി കോളേജിൽ MAക്ക് ജോയിൻ ചെയ്തു. അതിനുശേഷം വിവാഹം, സെക്കൻഡ് ഇയർ എത്തിയപ്പോഴേക്കും വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് ശേഷം ഒരു ബ്രേക്കായിരുന്നു. പിന്നീട് ഞാൻ BEdന് ജോയിൻ ചെയ്യുന്നു. BEdന് ശേഷം ഞാൻ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായി ജോയിൻ ചെയ്തു. കൊറോണ ടൈമിലാണ് ഞാൻ വീണ്ടും PSCയിലേക്ക് വരുന്നത്. നീണ്ട 15 വർഷക്കാലം ഞാൻ ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പം അവിടുത്തെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ, ഞാൻ 100% വർക്ക് ചെയ്തിട്ടും എനിക്കൊരു 10% ആവശ്യം പോലും നിറവേറ്റാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ PSC എന്ന മോഹവുമായിട്ട് ഒരു കോഴ്സ് ഓൺലൈനായിട്ട് ചേരുകയാണ് ഉണ്ടായത്. പഠനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷവും മുമ്പും പിമ്പുമായിട്ട് ഞാനൊരു 2.5 വർഷക്കാലം ഇതിനു വേണ്ടി പരിശ്രമിക്കുകയുണ്ടായി. എൻ്റെ പഠനം എന്ന് പറയുന്നത് രാവിലെ 4 മണിയാകുമ്പോൾ എൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്യും. അപ്പം അത് കഴിഞ്ഞ് 7 മണി വരെ ഞാൻ ഈ പുസ്തകങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യും. അതിനുശേഷം സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളായിരിക്കും. സ്കൂളിൽ പോയി വന്നതിന് ശേഷം ട്യൂഷനും കഴിഞ്ഞിട്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 12 മണി വരെ ഈ PSCക്ക് വേണ്ടി പഠിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പുതിയതായിട്ട് HSIക്ക് ജോയിൻ ചെയ്തവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ ഈ എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്ന കുറച്ച് പേരെ ഞാൻ ഓൺലൈനായിട്ട് പല ജില്ലകളിൽ നിന്ന് കൂട്ടുപിടിക്കുകയും ഓൺലൈനായിട്ട് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തുകയും ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും നോട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഏത് ക്ലാസ് കേട്ടാലും, വീഡിയോ ക്ലാസ് ആയാലും ഓൺലൈൻ ലൈവ് ക്ലാസ് ആയാലും എല്ലാം ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. നമ്മുടെ ഈഗോസും ഡിഗ്രീസും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളൊരു 5ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ ടെക്സ്റ്റുകളും വളരെ ഡീപ്പായിട്ട് പഠിക്കണം, അല്ലെ വായിച്ച് പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഓരോ ടെക്സ്റ്റും ഒരു 20 തവണയെങ്കിലും റിവിഷൻ ചെയ്തിട്ടുണ്ട്, കുറഞ്ഞത്. എങ്കിൽ മാത്രമേ നമ്മളൊരു റാങ്കിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ HSI സോഷ്യൽ സയൻസിനാണെങ്കിൽ പാർട്ട് A, പാർട്ട് B, അങ്ങനെ 2 സെക്ഷനാണുള്ളത്. അപ്പം നമ്മളെല്ലാവരും പാർട്ട് B ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിലും പാർട്ട് A വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. ആ പാർട്ട് Aക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കൊടുക്കാമായിരുന്നു എന്ന്. പാർട്ട് B നമ്മൾ ടെക്സ്റ്റ് എത്രമാത്രം ഡീപ്പായിട്ട് പഠിക്കുന്നോ അത്രമാത്രം നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. എനിക്കൊരു ബ്രേക്കൊക്കെ വന്നതുകൊണ്ട് എനിക്ക് പാർട്ട് A ഞാൻ എല്ലാം തന്നെ മറന്നു പോയിരുന്നു. അപ്പം ടാലൻറ്റിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടും ഒക്കെയാണ് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് വന്നത്. ഫിനാൻഷ്യൽ സ്ട്രഗിളാണ് എനിക്ക് ഏറ്റവും അധികം എൻ്റെ ജീവിതത്തിൽ PSCയിലേക്ക് തിരിയാനായിട്ട് കാരണമായത്. ചെറിയൊരു ശമ്പളമാണ് ഞാൻ 15 വർഷം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ചിരുന്നെങ്കിലും അത് എന്നെ സംബന്ധിച്ച് ആ പൈസ വളരെ വലുതായിരുന്നു. നമ്മൾ 100% വർക്ക് ചെയ്താലും നമുക്ക് ആ ഒരു 10% ആഗ്രഹങ്ങൾ നേടിയെടുക്കാനേ ആ സമ്പത്ത് കൊണ്ട് സാധിക്കുകയുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് ഇത്രയും ബ്രേക്ക് വന്നതുകൊണ്ട് എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ഉന്നത ഉദ്യോഗങ്ങളിലാണ് ഇന്ന് നിലകൊള്ളുന്നത്. സെക്രട്ടേറിയറ്റ് മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ടീച്ചിങ് പ്രൊഫഷണൽസ് കൂടെ പഠിച്ച എല്ലാവർക്കും തന്നെ ജോലി ലഭിച്ചു. ഇപ്പം ഞാനിപ്പോഴും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക്. എല്ലാവരെയും പോലെ സമൂഹത്തിൽ നല്ലൊരു പൊസിഷനായിട്ട് റിട്ടയർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ PSCയെ സമീപിച്ചത്. എക്സ്ക്യൂസുകൾ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. ഓരോരോ ഘട്ടങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ, പിന്നെ പഠിത്തം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ പിന്നെ മുമ്പോട്ട് പോവുക. ആ എക്സ്ക്യൂസുകളും നമ്മുടെ ഡിഗ്രീസും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒത്തിരി പ്രശ്നങ്ങൾ ഇക്കണോമിക്കലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നല്ലൊരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, അത് ഞാൻ ഇത്രയും കാലം 15 വർഷം ജോലി ചെയ്തിട്ടും നമ്മളെ ടീച്ചറെ അല്ലെങ്കിൽ ടീച്ചറാണെന്ന് അറിയത്തില്ലാത്തവർ ഇപ്പം നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടാണ് എന്നാണ് ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സർക്കാർ ജോലിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ഇനി എൻട്രിയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എൻ്റെ എൻട്രി മക്കളോടായിട്ട്, എനിക്ക് മക്കളെന്ന് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പറയാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻട്രിയിലെ ടീച്ചേഴ്സ് അല്ലെ സ്റ്റാഫ് എന്ത് ഇൻസ്ട്രക്ഷൻ നമുക്ക് തന്നാലും അത് നമ്മൾ ഫോളോ ചെയ്യണം. ഇത് മാത്രമല്ല, എന്നെ സംബന്ധിച്ച് പരീക്ഷയെക്കാട്ടിൽ ഭയാനകമായി എൻ്റെ പുറകിൽ പിടികൂടിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം ഇൻ്റർവ്യൂസിന് എന്നെ എത്രമാത്രം എൻട്രി സഹായിച്ചു എന്നുള്ളത് എനിക്ക് വാക്കുകളിൽ പറഞ്ഞാൽ പറ്റില്ല. കാരണം ഞാൻ ഒരു ഇൻ്റർവ്യൂ പേടിച്ച് ഞാൻ ഒരു സ്ഥാപനത്തിൽ സ്ഥിരമായി 15 വർഷം തുടർന്ന ഒരു വ്യക്തിയാണ്. വേറൊരു സ്ഥാപനത്തിൽ പോയി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിക്ക് കയറാനുള്ള ഭയമായിരുന്നു എനിക്ക് ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. ഇപ്പോൾ എൻട്രിയിലെ സാറുമാരാണെങ്കിൽ വളരെ സൗമ്യമായിട്ട് എന്നെ അപ്രോച്ച് ചെയ്യുകയും പല പ്രാവശ്യം മോക്കെടുത്തു. ഒരു പ്രാവശ്യമൊന്നല്ല, പല പ്രാവശ്യം. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്തപ്പോൾ തൊട്ട് എന്നെ പല പ്രാവശ്യം മോക്കെടുത്തിട്ട് ഇങ്ങനെയല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത്, നല്ല പ്ലസൻ്റ് ആയിരിക്കണം, എന്ത് ചോദിച്ചാലും അത് നന്നായിട്ട് പറയണം, കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി ശരിയല്ല എന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞാൻ സ്കൂളിൽ പോകാതെ ആ ദിവസങ്ങളിൽ ലീവ് എടുത്തിട്ടാണ് എൻട്രിയുടെ ആ ഒരു നിർദ്ദേശങ്ങൾ ഞാൻ ഫോളോ ചെയ്ത്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്ന കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കില്ല. 6 പേരടങ്ങുന്ന ഒരു ഇൻ്റർവ്യൂ പാനലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ 6 പേരും എന്നോട് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ തുടരെ എന്നോട് ഒരു 25 ക്വസ്റ്റ്യൻ ചോദിച്ചു. എനിക്ക് 24 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റത് ഞാൻ എൻട്രിയിൽ വന്ന് എനിക്കുള്ള എൻ്റെ അനുഭവം വെച്ച് മാത്രമാണെന്ന് എനിക്ക് അഭിമാനപൂർവ്വം എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാതെ ഇരുന്നുള്ളൂ. അപ്പം അത് എന്നോട് അവർ സാരമില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഇൻ്റർവ്യൂവിന് ഫുൾ മാർക്ക് നേടാനായിട്ട് സാധിച്ചു. ഫുൾ മാർക്ക് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിന് 13 മാർക്കേ നമുക്ക് ടോപ്പായിട്ട് കിട്ടുള്ളൂ. 10, 11, 12, 13 മാർക്കാണ് നമുക്ക് അവരിടുന്ന മാർക്ക്. അത് ഈ 13 മാർക്കും എനിക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ LP UP ആയിക്കോട്ടെ, ഹൈസ്കൂള് HST ആയിക്കോട്ടെ, HSST ആയിക്കോട്ടെ, ഏത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് സമൂഹത്തിൽ നല്ല ഒരു വിലയും എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആവുകയും ചെയ്യാൻ നല്ല ഒരു അവസരമാണ്. കുട്ടികളുമായിട്ടൊക്കെ ജീവിതത്തിൽ ഇടപഴകുക, നല്ല അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. വേറൊരു ജോലിക്കും കിട്ടാത്ത ഒരു ഡിഗ്നിറ്റിയാണ് നമുക്ക് ടീച്ചിങ്ങിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്ക്യൂസുകളെ അല്ലെ സാഹചര്യങ്ങളെ പറഞ്ഞിരിക്കാതെ നമുക്ക് തരുന്ന നമ്മുടെ ടീച്ചേഴ്സ്, അതായത് എൻട്രിയിലെ ടീച്ചേഴ്സ് തരുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളും നിർദ്ദേശങ്ങളും എന്താണോ അത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കുകയും നല്ല രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാണക്കാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ അധ്യാപികയായി ജോയിൻ ചെയ്യുകയാണ്. എനിക്ക് എൻട്രിയോട് ഭയങ്കര ഒരു ബിഗ് താങ്ക്സ്.